CPIM സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് AKG സെന്ററിന് വേണ്ടി വാങ്ങിയ ഭൂമി കേസിൽപ്പെട്ട ഭൂമിയെന്ന് പാർട്ടി അറിഞ്ഞിരുന്നുവെന്നതിന്റെ രേഖകൾ പുറത്ത്. ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിന് 3 മാസം മുമ്പ് വിവരം CPIMന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ തെളിവുകൾ പുറത്തുവന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിച്ച VSSC ശാസ്ത്രജ്ഞ ഇന്ദു ഗോപൻ അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത്. പുതിയ AKG സെന്ററിന് വേണ്ടി CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നത് 2020 സെപ്റ്റംബർ 25-ന്. വാങ്ങാൻ പോകുന്ന 32 സെന്റ് ഭൂമിയിൽ തർക്കമുണ്ടെന്ന് കാണിച്ച് VSSCയിലെ ശാസ്ത്രജ്ഞ ഇന്ദു ഗോപൻ അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് കത്തയക്കുന്നത് 2020 ജൂൺ 9-ന്. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ക്രിമിനൽ പ്രവൃത്തിയിലൂടെ കൈവശപ്പെടുത്തിയവർ അതേ ഭൂമി പാർട്ടിക്ക് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉടമസ്ഥാവസ്ഥയെക്കുറിച്ച് ദീർഘമായ നിയമയുദ്ധം ഉണ്ടായേക്കാം. ഭൂമി വാങ്ങുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. ഈ മുന്നറിയിപ്പ് അവഗണിച്ചാണ് CPIM പുതിയ AKG സെന്ററിനായി ഭൂമി വാങ്ങിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. 14 പേരുടെ ഉടമസ്ഥയിലുള്ള 32 സെന്റ് ഭൂമി 6.4 കോടി രൂപയ്ക്ക് വാങ്ങിയെന്നാണ് അന്ന് പുറത്തുവന്ന വിവരം. ഭൂമി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നതായി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ഘട്ടത്തിൽ പാർട്ടി നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. തർക്കഭൂമിയാണെന്ന് CPIMന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഇന്ദു ഗോപന്റെയും മുത്തച്ഛന്റെയും ഉടമസ്ഥയിലുണ്ടായിരുന്ന ഭൂമി ലേലത്തിലൂടെ ചിലർ കൈവശപ്പെടുത്തിയെന്നാണ് പരാതി. ഈ കേസിലാണ് സുപ്രീം കോടതി ഇപ്പോൾ CPIMന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. പഴയ AKG സെന്റർ നിർമ്മിക്കാൻ ഭൂമി കയ്യേറുന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് പുതിയ ആസ്ഥാന മന്ദിരവും കേസിൽപ്പെട്ടിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.